ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ ഉപയോഗങ്ങളാണ്. ഇന്ന് നാം കാണുന്നത് ഇൻ എന്ന വാക്കിന്റെ അർത്ഥവും ഉപയോഗങ്ങളുമാണ്. ഇൻ ഇതിന്റെ അർത്ഥയുടെ ഇൽന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈ വാചകങ്ങൾ കാണുമ്പോൾ കൂടുതൽ വ്യക്തമാകും. നമ്മളിവിടെ കാണുന്നത് ഇൻ എന്ന വാക്ക് ഒന്ന് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട്, സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി. രണ്ട്, സമയവുമായി ബന്ധപ്പെടുത്തിയും ഇൻ ഉപയോഗിക്കും. ഈ വാചകങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാചകം, മൈ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. മൈ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. എന്റെ പുസ്തകം ബാഗിലാണ്, ബാഗിന്റെ ഉള്ളില് അർത്ഥത്തിലാണ് പറയുന്നത്. മൈ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. മൈ ബുക്ക് ഈസ് ഇൻ ദ ബോക്സ്. എന്റെ പുസ്തകം പെട്ടിയിലാണ്, ബോക്സിലാണ്, ഉള്ളിൽ എന്ന അർത്ഥത്തിലാണ്. മൈ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ. മൈ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ. ഇത് ശ്രദ്ധിക്കണം, ആ മേശയ്ക്ക് ഡ്രോയർ ഉണ്ട്, അതിനകത്താണ് പുസ്തകം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബാഗിൽ, ബോക്സിൽ, മേശയിൽ അർത്ഥത്തിലാണ് ഇവിടെ ഇൽ എന്ന വാക്ക് എഴുതിയിട്ടുള്ളത്. മൈ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയും, അപ്പോൾ മേശപ്പുറത്ത്, മേശയുടെ മുകളിലാണ്. ഇൻ ദ ടേബിൾ എന്ന് പറയുമ്പോൾ മേശയുടെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. ഇത് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ളിൽ എന്ന അർത്ഥത്തിൽ ഇൻ ഉപയോഗിക്കും. അവൻ ക്ലാസ് റൂമിലാണ്. ഹീസ് ഇൻ ദ ക്ലാസ് റൂം. ഈസ് ഇൻ ദ ക്ലാസ് റൂം. അവൻ അവന്റെ വീട്ടിലാണ്. ഹി ഈസ് ഇൻ ഹിസ് ഹൗസ്. ആ രീതിയിൽ നമ്മൾ പറയും. അടുത്ത വാചകം നോക്കാം. ഹി ഈസ് ഇൻ ദ കാർ. ഇത് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അവൻ എവിടെയാണ്? എവിടെ? ഹീസ് ഇൻ ദ കാർ എന്നാണ് പറയുക. കാറിലാണ്, അവൻ കാറിലാണ്. എങ്ങനെ പറയും? ഹീസ് ഇൻ ദ കാർ. അല്ലെങ്കിൽ അവൻ അവന്റെ കാറിലാണ്. ഹി ഈസ് ഇൻ ഹിസ് കാർ. ആ രീതിയിൽ നമ്മൾ പറയും. ഇവിടെയുള്ള ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ്സിലാണ്, ട്രെയിനിലാണ്, ഷിപ്പിലാണ്, പ്ലെയിനിലാണ്, അല്ലെ, വിമാനത്തിലാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹീസ് ഇൻ ദ ബസ് എന്നല്ല പറയുക, ഹീസ് ഓൺ ദ ബസ് എന്നാണ് പറയുക. ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹീസ് ഓൺ ദ ട്രെയിൻ. ഇപ്പൊ ട്രെയിനിൽ ഒരാളെ കുറിച്ച് പറയുകയാണ്, അവൻ ഇപ്പോൾ ട്രെയിനിലാണ്. ഹീസ് ഇൻ ദ ട്രെയിൻ അല്ല, ഹീസ് ഓൺ ദ ട്രെയിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, ബസ്സിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, ട്രെയിനിലും അതുപോലെ, ഷിപ്പിലും അതുപോലെ, അതുപോലെ പ്ലെയിനിലും അതുപോലെ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഓൺ എന്ന് വയ്ക്കുന്നത്. അതിന്റെ ഒത്തിരിയേറെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് കടക്കണമെന്നില്ല. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ബസ്സിലാണ്, ട്രെയിനിലാണ്, ഷിപ്പിലാണ്, പ്ലെയിനിലാണ് ഇങ്ങനെ പറയണമെങ്കിൽ ഓൺ വയ്ക്കണേ, ഇൻ വയ്ക്കരുത്. ഓക്കെ. സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത വാചകം നമുക്ക് നോക്കാം. അവൻ ഡൽഹിയിലാണ്. ഹീസ് ഇൻ ഡൽഹി. ഈസ് ഇൻ ഡൽഹി. ഹീസ് ഇൻ ട്രിവാൻഡ്രം. ഈസ് ഇൻ എറണാകുളം. ഈസ് ഇൻ ബാംഗ്ലൂർ. ആ രീതിയിൽ നമ്മൾ പറയണം. അതുപോലെ ഹീസ് ഇൻ ആസാം. അവൻ ആസാമിലാണ്. ഹീസ് ഇൻ തമിഴ്നാടു. അവൻ തമിഴ്നാട്ടിലാണ്. ഹീസ് ഇൻ കേരള. അവൻ കേരളത്തിലാണ്. ഇതുപോലെ പേരുകളൊക്കെ പറയുമ്പോൾ ഇൻ എന്നുള്ള വാക്കാണ് വെക്കുക. ഓക്കെ. അതുപോലെ രാജ്യങ്ങളുടെ മുന്നിലും ഹീസ് ഇൻ ജർമ്മനി. ഈസ് ഇൻ ജർമ്മനി. അവൻ ജർമ്മനിയിലാണ്. ഹീസ് ഇൻ ഇംഗ്ലണ്ട്. അവൻ ഇംഗ്ലണ്ടിലാണ്. ഹീസ് ഇൻ ശ്രീലങ്ക. അവൻ ശ്രീലങ്കയിലാണ്. ആ രീതിയിൽ നമ്മൾ ഇന്നാണ് വയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ എന്നുള്ള വാക്ക് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയാണ്. ബാഗിൽ, ബോക്സിൽ, ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പറയുന്നതിന് ഇന്ന് ഉപയോഗിക്കും. അതുപോലെ കാറിൽ എന്നുള്ള രീതിയിൽ പറയുന്നതിന് ഇന്ന് ഉപയോഗിക്കും. അതുപോലെ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും ഇൻ വയ്ക്കും. ഡൽഹിയിൽ, ഓക്കെ, ബാംഗ്ലൂരിൽ, ഇൻ ബാംഗ്ലൂർ, ഇൻ ഡൽഹി. ആ രീതിയിലാണ് പറയേണ്ടത്. അടുത്തതായി ഇന്നിന്റെ രണ്ടാമത്തെ പ്രധാന ഉപയോഗം, നമ്മളുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. എല്ലായിടത്തും അല്ല, വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഈ വാചകം, they will come, അവർ വരും എന്ന ഇൻ മെയ്, മെയ്യിൽ വരും. മാസങ്ങളുടെ മുന്നിൽ ഇൻ വയ്ക്കണം. they will come, അവർ വരും. ഇൻ ജാനുവരി, they will come in ഫെബ്രുവരി. ആ രീതിയിലാണ് പറയേണ്ടത്. ഇന്നാണ് ഉപയോഗിക്കേണ്ടത്.
അടുത്തതായിട്ട് വർഷങ്ങളുടെ മുന്നിൽ ഇന്നാണ് വയ്ക്കുക. 2026 അവർ വരും. 2026 അവർ വരും. They will come in 2026. They will come in 2026. In വയ്ക്കണം. I was born in 1966. In 1966 അങ്ങനെയാണ് പറയേണ്ടത്. 2066 ആ രീതിയിൽ വർഷങ്ങളുടെ മുന്നിലും ഇന്നാണ് വയ്ക്കുക. അതുപോലെ സമ്മർ വേനൽക്കാലം, വിന്റർ ശീതകാലം അല്ലെ ശൈത്യകാലം, അതിന് മുൻപിലൊക്കെ ഇന്നാണ് വയ്ക്കുക. They will come in the summer. സമ്മറിൽ വരും. They will come in the winter. വിന്ററിൽ വരും. അതുപോലെ ഓട്ടം എന്നുള്ള കാലമുണ്ട്, പിന്നെ സ്പ്രിംഗ് എന്ന് പറഞ്ഞ കാലമുണ്ട്. അവിടെ എല്ലാം ഇന്നാണ് വയ്ക്കുക. ഓക്കെ. അതുപോലെ രാവിലെ, ഉച്ച കഴിഞ്ഞ്, വൈകുന്നേരം ഇങ്ങനെയൊക്കെ പറയുന്നതിനും ഇന്നാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ വാചകങ്ങൾ കാണാം. They will come in the morning. രാവിലെ അവർ വരും. They will come in the morning എന്നാണ് പറയേണ്ടത്. They will come in the afternoon. ഉച്ച കഴിഞ്ഞ് അവർ വരും. In the afternoon ആ രീതിയിലാണ് പറയേണ്ടത്. They will come in the evening. അവർ വൈകുന്നേരം വരും. എങ്ങനെ പറയും? They will come in the evening. In the evening ആ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഈ വാക്കുകൾ നോക്കുക. At night രാത്രിയിൽ. ഇവിടെ in the night എന്നല്ല പറയുക, at night രാത്രിയിൽ. They will come at night. അവർ രാത്രി വരും. നമ്മൾ സാധാരണ അങ്ങനെയാ പറയാ, രാത്രിയിൽ വരും എന്ന് സാധാരണ പറയാറില്ല. അവർ രാത്രി വരും. അതുപോലെ ഇവിടെ അവർ കാലത്ത് വരും. കാലത്തിൽ നിന്നും പറയാറില്ല, കാലത്ത് വരും. അതുപോലെ വൈകുന്നേരം വരും. ആ രീതിയിലാണ് പറയുക. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ രീതിയിലാണ്. ഇന്ന് നാം ഇൻ എന്ന വാക്കിന്റെ പ്രധാന ഉപയോഗങ്ങളാണ് കണ്ടത്. ഒന്ന്, സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പ്രധാന ഉപയോഗങ്ങളാണ് നമ്മൾ കണ്ടത്. രണ്ട്, സമയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഏതാനും ഉദാഹരണങ്ങൾ കാണുകയുണ്ടായി. ഇൻ എന്ന വാക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വാക്കുകളൊക്കെ മാറ്റാനൊക്കെ നോക്കണം. അതുപോലെ സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റി പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ടെൻസ് മാറ്റി പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കണം. ഹി വാസ് ഇൻ ഡൽഹി, ദേ വേർ ഇൻ ഡൽഹി, ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഉപയോഗിക്കാൻ നോക്കണം. അതുപോലെ ഈ സമയവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കണം. അതുപോലെ പുതിയ വേർബ്സ് പഠിക്കണം. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, ഉച്ചാരണം, അർത്ഥമൊക്കെ പഠിക്കണം. ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക,
ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിംഗ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, ഷൂട്ട്, ഷോട്ട്, ഷോട്ട്, സിറ്റ്, സാറ്റ്, സാറ്റ്, സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, ഷൈൻ, ഷോൺ, ഷോൺ, win, won, won, stand, stood, stood, understand, understood, understood. അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. Announce, announced, announced, fear, feared, feared, obey, obeyed, obeyed, love, loved, loved, laugh, laughed, laughed, lie, lied, lied, live, lived, lived, ignore, ignored, ignored, improve, improved, improved, knock, knocked, knocked, offer, offered, offered, play, played, played, pray, prayed, prayed, prove, proved, proved, protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved, smile, smiled, smiled, walk, walked, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.